കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തെ മുഴുവൻ ഇരു മുന്നണികളും കാലാകാലങ്ങളായിട്ട് അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ സമയത്തും തിരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ അരമനയും രൂപതയും ഒക്കെ കയറി ഇറങ്ങുന്ന നേതാക്കന്മാർ പലതരത്തിലുണ്ട്. ഒരു കാലത്ത് നമുക്കറിയാം, ഇടതുപക്ഷം ഇങ്ങനെ അരമന കയറി ഇറങ്ങുന്നതിൽ അല്പം വിമുഖത കാണിച്ചവരാണ്. പക്ഷെ ഇപ്പോൾ അരമന കയറി ഇറങ്ങുകയും ബിഷപ്പന്മാരുടെ കൈമുത്തുകയും ചെയ്യുന്നതിൽ മുമ്പന്മാരായി നിൽക്കുന്നത് CPM-കാരാണ്. പണ്ട് MA ബേബി കോൺഗ്രസ്സുകാരെ കളിയാക്കുമായിരുന്നു. AK ആന്റണിയെ പറ്റിയൊക്കെ ബിഷപ്പന്മാരുടെ വീടുകൾ കയറി ഇറങ്ങി, രൂപത കയറി ഇറങ്ങി നടക്കുകയാണ്, രൂപത എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ചവരാണ് പിൽക്കാലങ്ങളില് അവരുടെ കാലുകൾ കഴുകി കുടിക്കാൻ വരെ തയ്യാറെടുത്ത് നിൽക്കുന്ന CPM നേതാക്കന്മാരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അരമനയും പെരുന്നയിലെ പോപ്പിന്റെ അടുക്കലും കണിച്ചുകുളങ്ങര തമ്പുരാന്റെ അടുക്കലും ഒക്കെ കയറി ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഇവരാണ് കേരള രാഷ്ട്രീയം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഇരു മുന്നണികളും ഈ ക്രൈസ്തവ സഭകളെ എല്ലാ കാലത്തും പറ്റിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു തരത്തിലുള്ള നേട്ടവും അവർക്കുണ്ടാകുന്നില്ല. അവരുടെ ആവശ്യങ്ങൾ കേൾക്കുന്നില്ല. അവകാശങ്ങൾക്ക് വേണ്ടി പോരടിക്കുമ്പോൾ അത് നടത്തിക്കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ക്രൈസ്തവ സഭകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ ഒരു NDA മുന്നണി ശക്തിപ്പെട്ടു വരുന്നത്. നമുക്കറിയാം, BJP 2014 അധികാരത്തിൽ വന്നു, 2019 അധികാരത്തിൽ വന്നു, 2024 മൂന്നാം വട്ടവും അധികാരത്തിൽ വരുന്നതിന് മുമ്പായിട്ട് കണ്ണൂരിൽ ഒരു ബിഷപ്പ് പാംപ്ലാനി BJP-യോട് ആവശ്യപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ റബ്ബറിന് 300 രൂപ വില തരൂ, ഞങ്ങൾ നിങ്ങൾക്കൊരു MBA തരാം എന്നാണ് പറഞ്ഞത്. ബിഷപ്പിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ കേരളത്തിലെ LDF-നും UDF-നും ഹാലിളകി എന്നുള്ളതാണ്. കാരണം ക്രൈസ്തവ സഭകള് 2014 മുതൽ BJP-യോടെ യാതൊരു തരത്തിലുള്ള അടുപ്പവും ഉണ്ടാക്കിയിട്ടില്ല. 2019 വീണ്ടും മോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ക്രൈസ്തവർക്ക് മോദിയിലും BJP-യിലും ഒരു വിശ്വാസ്യത ഏറി. 2024 ഒന്നുകൂടെ ദൃഢമാവുകയും ചെയ്തു. സമീപകാലത്ത് ഛത്തീസ്ഗഡ് വിഷയത്തില് കേരളത്തിലെ ഒരല്പം അതൃപ്തരായി മാറിയില്ലേ എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ആ അതൃപ്തി മുഴുവൻ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ബിഷപ്പുമാരുടെ വീടുകളിലെത്തി, അരമനയിലെത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്നുള്ളതാണ്. അത് BJP-യിലെ ക്രൈസ്തവ മുഖങ്ങളെ ഇറക്കിക്കൊണ്ടാണ്. അനൂപ് ആന്റണിയും ഷോൺ ജോർജും ഇങ്ങനെയുള്ളവരെ, അനിൽ ആന്റണിയെയും ഒക്കെ രംഗത്തിറക്കി കൊണ്ടുവന്ന്, ജോർജ് കുര്യനും ഒക്കെ രംഗത്തേക്ക് വന്നാണ് അത്തരത്തിലുള്ള ഒരു തെറ്റായ ധാരണ ഉണ്ടായിരുന്നത് മാറ്റിക്കൊടുക്കുകയും ചെയ്തു. അങ്ങനെ BJP-യോട് ഇപ്പോൾ കൂടുതലായിട്ട് അടുത്ത് വരികയാണ്. കേരളത്തില് ഈ മലയോര മേഖലയിലുള്ള ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രശ്നങ്ങളാണ് അവർ അഭിമുഖീകരിക്കുന്നത്. അവര് കൃഷി വിളകൾ എടുത്താണ് അവർ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് മാറുകയാണ്. വന്യജീവി ശല്യം കാരണം ജീവൻ പോലും അപകടത്തിലാകുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. ഇതിനെക്കുറിച്ച് കേരളത്തിലെ LDF-ഉം UDF-ഉം ഒരക്ഷരം പോലും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ അവസരത്തിലാണ് ഇവ പരിഹരിക്കുന്നതിനും ഈ മലയോര മേഖലകളിലുള്ള ക്രൈസ്തവർക്കൊരു പുതുജീവൻ നൽകുന്നതിനുമായിട്ടും BJP രംഗത്ത് വന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ, ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ നാഷണൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു പാർട്ടി, അത് ഇവിടെ കേരളത്തിൽ നാഷണൽ പീപ്പിൾസുമായിട്ട് ലയിച്ചുകൊണ്ട്
മുമ്പോട്ട് പോകാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. NDAയിലെ ഒരു ഘടകകക്ഷിയാകാനും ഇവർ മലയോര മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സീറോ മലബാർ സഭ വക്താവിന്റെ നേതൃത്വത്തിലാണ് അവർ ലയനവും നടത്തിയിരിക്കുന്നത്. അപ്പോൾ BJP അനുകൂല ക്രിസ്ത്യൻ പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ്. BJPയിൽ നിന്ന് ക്രൈസ്തവരെ അകലുന്നു എന്ന് പലരും പലതരത്തിലും പ്രചരിപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടത്തി. ആ ശ്രമത്തിനൊക്കെ തന്നെ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി നാഷണൽ പീപ്പിൾസുമായിട്ട് ലയിച്ചത് NDAക്ക് കൂടുതൽ ശക്തി പകരുന്നു. ക്രൈസ്തവ സഭകളെ മുഴുവൻ ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സീറോ മലബാർ സഭ വക്താവിന്റെ നേതൃത്വത്തിലാണ് ഈ ലയനവും നടന്നിട്ടുള്ളത്. അപ്പോൾ BJP ഇനി കൂടുതലായിട്ട് ക്രൈസ്തവരെ കൂടുതൽ BJPയിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് നടത്തുന്നത്. BJP കേരളത്തിൽ അതിശക്തമായ രീതിയിൽ വളർന്നു കഴിഞ്ഞു എന്ന് CPIയുടെ തന്നെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അത് ആരിലും അത്ഭുതം ഉളവാക്കുന്ന കാര്യമാണ്. ഏവർക്കും അറിയാവുന്ന കാര്യമാണ് BJP വളരുന്നു എന്നുള്ളത്. പക്ഷേ അത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ആ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് ഇത്തരത്തിലൊരു വാക്കുകൾ വരുമ്പോൾ അത് കൂടുതൽ ഗൗരവത്തോടുകൂടി തന്നെ കാണേണ്ടതാണ്. അപ്പോൾ BJP തീർച്ചയായിട്ടും 2026 അധികാരത്തിൽ വരും എന്ന് അമിത്ഷാ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകാം. അത് നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ BJP എന്തായാലും 10 സീറ്റ് നേടിയെടുക്കും എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ക്രൈസ്തവരുടെ പിന്തുണ ലഭിച്ചു കഴിഞ്ഞാൽ ഇതിന് എന്തായാലും ബിഷപ്പുമാർ ഇതിന് അനുമതി നൽകിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഏത് തരത്തിലാണ് ക്രൈസ്തവരുമായിട്ട് അടുപ്പം സ്ഥാപിച്ചത്, അവിടുത്തെ ബിഷപ്പുമാരുമായിട്ട് മതമേലധ്യക്ഷന്മാരുമായിട്ട് ഏത് തരത്തിലാണ് അടുപ്പം ഘടിപ്പിച്ചെന്ന് നോക്കുക. ആ തരത്തിലുള്ള തന്ത്രമാണ് ഇനി അങ്ങോട്ടേക്ക് നീക്കാൻ പാർട്ടി തീർച്ചപ്പെടുത്തുന്നത്. രാജീവ് ചന്ദ്രശേഖർ അതിന്റെ ഓരോരോ ഘട്ടം ഘട്ടമായിട്ടാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ NDAക്ക് പിന്നിൽ വളരെ ശക്തമായ തരത്തില് ഒരു ക്രൈസ്തവ അനുകൂല ക്രിസ്ത്യൻ പാർട്ടി BJP അനുകൂല ക്രൈസ്തവ പാർട്ടിയാണ് ഇനി ഇപ്പോൾ രംഗത്ത് വരാൻ പോകുന്നത്. അത് BJPക്ക് കൂടുതൽ കരുത്ത് പകരും എന്നുള്ളതാണ്. കഴിഞ്ഞ നാളുകളിൽ തന്നെ നമുക്കറിയാം, ഈ ക്രൈസ്തവ മുഖങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കോട്ടയത്ത് നടന്ന ഒരു ക്ലാസ് തന്നെ കൂടുതൽ അത് ചർച്ചാ വിഷയമായതാണ്. അത്തരത്തിൽ എങ്ങനെ ക്രൈസ്തവരെ ഇതിലേക്ക് കൊണ്ടുവരണം, BJPയിലേക്ക് ക്രൈസ്തവരുടേതായ ആവശ്യങ്ങൾ എന്തെല്ലാമാണ്, ഇതൊക്കെ കാര്യങ്ങൾ ഏതു തരത്തിൽ പരിഹരിക്കണം, ഇതൊക്കെ തന്നെ വിശദമായിട്ടുള്ള ചർച്ചയാണ് ആ ക്ലാസ്സിൽ നടന്നത്. എന്തായാലും ഈ ക്രൈസ്തവ മുഖങ്ങളെ നിർത്തിക്കൊണ്ട് തന്നെ NDAയിലേക്ക് നിരവധി പാർട്ടികൾ, ചെറു പാർട്ടികൾ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് നമുക്ക് കാണാം.